39 ട്രെയിൻ ഒരു പ്രാവശ്യം നേരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, 39 ട്രെയിൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്. എന്നാലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തതിന്റെ ലോജിക്കാണ്. ഈ 39 ട്രെയിനിന്റെ കണക്ക് എന്താണ്? ഒരെണ്ണം കൂടി കൂട്ടി 40 ആക്കാൻ പറ്റുമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും 39 ട്രെയിൻ 20 മിനിറ്റ് ഗ്യാപ്പിൽ ഓടും? അതിൻ്റെ വല്ല കണക്കൊക്കെ ആയിരിക്കും അല്ലേ? ചിലപ്പോൾ 24 മണിക്കൂർ കൂട്ടിമുട്ടിക്കാനായിട്ട് എന്നാലും ആവില്ലല്ലോ. എന്തായാലും ആട്ടെ, നമ്മൾ ഒരുപാട് തലമുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് വിട്. എന്നാലും 39 ട്രെയിൻ എങ്ങനെ 20 മിനിറ്റ് കൂടുമ്പോൾ ഓടിക്കും? ആർക്കെങ്കിലും കണക്കറിയാമെങ്കിലും ഒന്ന് കണക്കൂട്ടിയിട്ടൊന്ന് പറഞ്ഞാൽ കേട്ടോ. കാസർഗോഡ് നിന്ന് രാവിലെ ചായയും കുടിച്ച് പുറപ്പെട്ടാൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റ് പോയിട്ട് എന്തെങ്കിലും കാര്യം നിർവഹിക്കാറുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയി അവിടെ നിന്ന് കണ്ട് ഭക്ഷണവും കഴിച്ച് അപ്പോൾ വൈകുന്നേരം വേണമെങ്കിൽ അവിടെ തന്നെ ആ ട്രെയിനിൽ കയറി നേരെ സന്ധ്യയാകുമ്പോഴേക്ക് വീട്ടിലെത്താം. പുള്ളി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അതായത് കാലത്ത് എഴുന്നേറ്റ് സെക്രട്ടേറിയറ്റിൽ ഫ്രീ ആയിട്ട് പാസ്സൊക്കെ ആയിട്ട് പോകേണ്ടവർക്ക് പോവാം. ഗവൺമെന്റിന്റെ സ്വന്തം സംരംഭമല്ലേ, അപ്പോൾ അവർക്ക് ഫ്രീ പാസ്സൊക്കെ കിട്ടും. ചുമ്മാ പോയിട്ടൊക്കെ വരാം. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ, വീട്ടിൽ ഫുഡൊന്നും ഇല്ലെങ്കിൽ പോയി സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീനിൽ പോയി കഴിച്ചിട്ടൊക്കെ വരാം. രാവിലെ അപ്പം ചുട്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഷൊർണൂരോ അല്ലെങ്കിൽ എവിടെ നിന്നോ കയറി പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് പോയി വളരെ ചുരുക്കം സമയം കൊണ്ട് ചൂടപ്പം പോലെ എന്ന് പറയുന്നത് കേട്ടില്ലേ, ആ അപ്പം വിറ്റ് തിരിച്ചു വരാം. അതായത് ഏറെക്കുറെ ഈ പ്രധാന പട്ടണം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നടുക്കുള്ള എറണാകുളമാണ്. എറണാകുളത്ത് തന്നെ അപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ നിന്ന് പാലക്കാട് നിന്നുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ വന്ന് അപ്പം വിറ്റിട്ട് അങ്ങ് പോവാം. ഇതിന് മാത്രം അപ്പം തന്നെ അവിടെ ആൾക്കാരുണ്ടാവുമോ? പിന്നെ ഇവിടെ അപ്പം കിട്ടാത്ത സ്ഥിതി ആയതുകൊണ്ട് ചിലപ്പോൾ കച്ചവടം നടക്കും. പിന്നെ അവർക്കും ചിലപ്പോൾ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും അല്ലേ? കാരണം ഈ അപ്പം വിറ്റതിൻ്റെ കാശ് മുതലാവണ്ടേ? ഇപ്പം ടിക്കറ്റ് റേറ്റ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് 1000-ന് മുകളിലേക്കാണ്. ഇപ്പോൾ വന്ദേ ഭാരത് തന്നെ നല്ല കാശിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പാലക്കാട് വരെയും മിനിമം 1000 രൂപ അടുത്തൊക്കെ വിലയില്ലേ? ഇത്രയൊക്കെ ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അപ്പം വിൽക്കാനായിട്ട് മുതലാവുമായിരിക്കും, ലാഭമായിരിക്കും. എവിടെയാണോ ഞാൻ പറഞ്ഞു വെച്ചത് അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ. സോഷ്യലിസം എന്നാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. ഒന്നുമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, ആരും കേട്ടിട്ടില്ല, കേട്ടാക്കി മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലാവണില്ല. ഈ പുള്ളി പറഞ്ഞൊന്നും വലിയ പിടിയൊന്നും കിട്ടണില്ല. ഈ പുള്ളി എന്നല്ല, ഇവരുടെ ആൾക്കാരും പറയുന്ന ലോജിക്കുകളൊന്നും വലിയ പിടിയൊന്നുമില്ല. എന്തൊക്കെയോ ആയി തോന്നുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു അന്തം കമ്മിയാണെങ്കിൽ നമുക്കത് കേട്ട് വിശ്വസിക്കാം. അല്ലാത്ത പക്ഷം പല ചോദ്യങ്ങളും മനസ്സിൽ ഉയരും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹൈ സ്പീഡ് റെയിൽവേ ഒക്കെ വരേണ്ട സമയം കഴിഞ്ഞു. അതായത് നമ്മുടെ നാടിൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂടിയാലാണ് നാടിൻ്റെ സ്പീഡും കൂടുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പല പരിപാടികളും സമയമെടുത്ത് തീരുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ ഡിലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഡിലേ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നല്ല ഹൈ സ്പീഡ് റെയിൽവേ പദ്ധതികളും റോഡുകളും എല്ലാം ഉണ്ടാവണം. ഒരു 10-20 വർഷം മുന്നേ വരേണ്ട, അല്ലെങ്കിൽ 10 വർഷം മുന്നേ വരേണ്ട ഹൈവേ ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നുണ്ട്. അതിൻ്റെ ക്രെഡിറ്റും കൊണ്ട് പല ആൾക്കാരും നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ പോലെ ആവാതെ എത്രയും പെട്ടെന്ന് ഹൈ സ്പീഡ് റെയിൽവേ കൂടി വരട്ടെ.